കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ PM സടക് യോജന കേരളത്തിൽ അട്ടിമറിച്ച് സംസ്ഥാന സർക്കാർ. ഗ്രാമീണ റോഡ് വികസനത്തിനായുള്ള പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം പലയിടത്തും മുടങ്ങിക്കിടക്കുകയാണ്. ഇതിന്റെ ഉദാഹരണമാണ് കോട്ടയത്തെ അരുവിക്കുഴി നെടുമാവ് റോഡ് നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ 6 വർഷം മുൻപ് 3.80 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും സ്ഥലം MLA MP-മാരുടെ അനാസ്ഥ മൂലം റോഡ് നിർമ്മാണം ഇതുവരെയും എങ്ങും എത്തിയില്ല. മിഥുൻ മുരളി വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, പറയൂ. ഗൗതം, കേന്ദ്ര സർക്കാരിന്റെ ജനകീയ പദ്ധതികളിൽ ഒന്നാണ് പ്രധാനമന്ത്രി സടക് യോജന പദ്ധതി. ജനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ സേവനം നേരിട്ടെത്തുന്ന പദ്ധതിയാണ്. ഗ്രാമീണ റോഡ് വികസനമാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ മാത്രം 100 കണക്കിന് റോഡുകൾക്ക് ഇത്തരത്തിൽ ഗ്രാമീണ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ പണം നീക്കിവെച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ അനുവദിച്ചിരിക്കുന്ന പണം കൃത്യമായി ചെലവഴിച്ചുകൊണ്ട് റോഡ് വികസനം നടത്താൻ, റോഡ് നിർമ്മാണം നടത്താൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. 100 കണക്കിന് റോഡുകളാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടും സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം മുടങ്ങിക്കിടക്കുന്നത്. കോട്ടയം ജില്ലയിൽ മാത്രം 27ലധികം റോഡുകൾ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ മൂലം മുടങ്ങിക്കിടക്കുന്നുണ്ട്. 60% പണം കേന്ദ്ര സർക്കാർ PM സടക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് നിർമ്മാണത്തിനായി നൽകും. 40% പണം സംസ്ഥാന സർക്കാർ കണ്ടെത്തണം. ഈ 60% പണം കണ്ടെത്തി ഗ്രാമീണ റോഡ് ഇത്തരത്തിൽ PM സടക് യോജനയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിന്റെ നിർമ്മാണ ചുമതല, മേൽനോട്ടം നടത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇങ്ങനെ സംസ്ഥാന സർക്കാർ പണം കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് റോഡ് നിർമ്മാണം നടത്താത്തത് മൂലം ഈ മാർച്ച് 26 നിരവധിയായ റോഡുകൾക്ക് ഫണ്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ലാപ്സായി പോവും. കോടികളാണ് ഇത്തരത്തിൽ ജനകീയ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെയും സ്ഥലം MLA-മാരുടെയും MP-മാരുടെയും LDF UDF MLA-മാരുടെയും MP-മാരുടെയും ഒക്കെ പിടിപ്പുകേട് മൂലം കേരളത്തിൽ നടപ്പാകാതെ പോകുന്നത്. ഇതിന് ഉദാഹരണമാണ് കോട്ടയം ജില്ലയിലെ നെടുമാവ് അരുവിക്കുഴി റോഡ്. ഈ റോഡിന് വേണ്ടി 6 വർഷങ്ങൾക്ക് മുൻപ് 3.80 ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. ഈ പണം കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് കരാറുകാരനെ ഉൾപ്പെടെ കണ്ടെത്തിക്കൊണ്ട് ഈ 6 വർഷത്തിനിടയിൽ റോഡ് നിർമ്മാണം നടത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ 6 വർഷത്തിനിടയിൽ ഈ റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞു കിടക്കുന്നു. 24 വർഷമായി ഈ റോഡിൽ മെയിന്റനൻസ് നടത്തിയിട്ട് ഇങ്ങനെ ഈ ഗ്രാമീണ റോഡ് കേന്ദ്ര സർക്കാർ കണ്ടുപിടിച്ച് അതിന്റെ വികസനത്തിന് വേണ്ടി 3.80 ലക്ഷം എന്ന വലിയൊരു തുക അനുവദിച്ചിട്ടും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ 6 വർഷത്തിനിടയ്ക്ക് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. സ്ഥലം MLA-യും MP-യും ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടി യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല. ഇപ്പോഴും കുണ്ടും കുഴിയുമായി ജനങ്ങൾക്ക് ദുരിതയാത്ര നൽകിക്കൊണ്ട് ഈ റോഡ് അവിടെ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യം 4 കോടി രൂപയാണ് ഇതിന്റെ ആകെ നിർമ്മാണ ചെലവ് 6 വർഷങ്ങൾക്ക് മുൻപ് വിലയിരുത്തിയത്. കരാറുകാരനെ സംസ്ഥാന സർക്കാർ കണ്ടെത്തിയില്ല. ആ 4 കോടി എന്നുള്ളത് 6 വർഷങ്ങൾക്ക് ഇപ്പോഴും 5 കോടിയിലേക്ക് എത്തി. ഇപ്പോൾ MLA-യും MP-യും സ്ഥലം MLA-യും MP-യും ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉരുണ്ട് കളിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വിമർശനവും. എന്തായാലും ഇങ്ങനെ നിരവധിയായിട്ടുള്ള റോഡുകൾ കേരളത്തിൽ മുടങ്ങിക്കിടക്കുന്നു. ജനകീയ പദ്ധതി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടും അത് കൃത്യമായി നടപ്പാക്കാതെ സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് ദുരിതം സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത്. ഗൗതം.